സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. ലോകകപ്പ് ഇന്നോളം കണ്ട ഏറ്റവും ആവേശകരമായ ഒരു മത്സരത്തിനൊടുവിൽ അർജന്റീന പ്രീ ക്വാർട്ടർ മറികടന്ന് ക്വാർട്ടറിലേക്ക് മുന്നേറിയിരിക്കുന്നു. സ്കോർ ബോർഡ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 3-2 എന്നുള്ളത് ഏറ്റവും ആവേശകരമായിട്ടുള്ള മത്സരങ്ങളൊന്നിൽ ഈജിപ്തിനെ മറികടന്നിരിക്കുന്നു. ആ വെല്ലുവിളിയും മറികടന്നിരിക്കുന്നു ലയണൽ മെസ്സിയും സംഘവും എന്നുള്ളതാണ് ഏറ്റവും ആവേശം ജനിപ്പിക്കുന്ന ആ മത്സരത്തിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് വിട്ടുമാറിയിട്ടുണ്ടാവില്ല ഇപ്പോഴും ആരാധകർ. എനിക്കിപ്പം ജയേഷ് പൂക്കോട്ടിനുണ്ട്, ഒപ്പം MSKയും ചേർന്നു. ജയേഷ്, പറയാൻ എങ്ങനെ വിശേഷിപ്പിക്കണം എന്നറിയില്ല ഈ മത്സരത്തെ. കാരണം അത്രമാത്രം നമ്മൾ അർജന്റീന പിന്നിൽ പോയ ശേഷം അതിശക്തമായിട്ട് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് കാര്യം ആരാധകരെ സംബന്ധിച്ച് അവിടെ വരുന്നു. പെനാൽറ്റി പാഴാക്കുന്ന മെസ്സിയെ കാണുന്നു, പക്ഷേ അദ്ദേഹം അതിന് പ്രായശ്ചിത്തം ചെയ്യുന്നു. മത്സരത്തെ എങ്ങനെ വിശേഷിപ്പിക്കണം എന്നറിയില്ല ഈ മത്സരത്തെ. ഇത് എങ്ങനെ പോയ ഒരു മത്സരമാണിത്? നമ്മൾ ഒരുമിച്ച് കളി കാണുന്ന സമയത്ത് 2-0 പിന്നിൽ നിൽക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, 75 മിനിറ്റ് ആയപ്പോൾ ഞാൻ പറയുന്നുണ്ട് 3-2 കളി ജയിക്കുമെന്ന്. ആ വിശ്വാസത്തിനൊക്കെ കാരണം ലയണൽ മെസ്സി എന്നൊരൊറ്റ താരമാണ്. ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം ഒരു 15 മിനിറ്റ് അദ്ദേഹം കളിച്ച കളിയുണ്ട്. പ്രായം 39 MSK ഉൾപ്പെടെ വേഗം 41 40 കണക്കായിട്ട് വരും. അതല്ല, ഈ ഏജിലും ത്രൂ ഔട്ട് എനർജിയിൽ അദ്ദേഹം കളിക്കുന്ന കളി, എനർജിയിൽ കളിക്കുന്നു, ഓടുന്നു എന്ന് മാത്രമല്ല ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്. അതായത് 67 മിനിറ്റ് ആയപ്പോഴേക്ക് 2-0 പിന്നിൽ നിൽക്കുന്ന ഒരു ടീമാണ്. കിട്ടുന്ന അവസരങ്ങളിൽ കൃത്യമായിട്ട് ഈജിപ്ത് സല ഉൾപ്പെടെയുള്ള താരങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവസാന നിമിഷങ്ങളിലാണ് അവർ ഒമർ മർമോഷ് ഇറക്കുന്നത്, കുറേ കൂടി അപകടം ഉണ്ടാക്കട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ. പക്ഷേ എല്ലാത്തിനും വ്യത്യസ്തമായിട്ട് അർജന്റീനയ്ക്കൊരു ലയണൽ മെസ്സി ഉണ്ട്. അത് മറികടന്ന് നിങ്ങൾ വിജയിക്കുക എന്ന് പറയുന്നത് അതത്ര എളുപ്പമുള്ള പരിപാടിയല്ല. 79 മിനിറ്റിൽ ഫസ്റ്റ് ഗോൾ വരുന്നത് എങ്ങനെയാണ്? മെസ്സിയുടെ ഒരു കേളർ പാസ്, ഒരു അന്യായ ബോളാണത്. ആ രീതിയിൽ റൊമേറോയ്ക്ക് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാനുള്ളൊരു സംഭവം മതി. അത് കൃത്യമായിട്ട് അദ്ദേഹം പ്ലേസ് ചെയ്യുന്നു. പിന്നീട് അധികം വൈകാതെ തന്നെ 4 മിനിറ്റിന് ശേഷം തന്നെ രണ്ടാമത്തെ ഗോൾ വരികയാണ്. ബോക്സിൻ്റെ ഇടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്നു. അത് തന്നെ മെസ്സി അങ്ങോട്ട് ഉണ്ടാക്കുന്ന ബോളാണ്. അദ്ദേഹം ആ വിങ്ങിലൂടെ കൃത്യമായിട്ട് ഓടിക്കയറി ഉണ്ടാക്കുന്ന ബോള്. ലൗതാരോയ്ക്കൊരു ഗംഭീരമായൊരു പാസ് കൊടുക്കുന്നുണ്ട്. അത് 2 ഡിഫൻഡേഴ്സിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കുന്നൊരു ബോളാണത്. അത് പക്ഷേ ലൗതാരോ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അത് പുറത്തേക്കാണ് പോകുന്നത്. പിന്നെയാണ് ആ മനോഹരമായൊരു ഗോൾ വരുന്നത്. അത് അൽവാരസ് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കുന്നു. മെസ്സി ഓടി വന്ന്, നമ്മൾ ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ കണ്ടിരുന്നു, മെസ്സി ആ വിങ്ങിന്ന് ഓടി വന്ന് സെക്കൻഡ് ബോക്സിലേക്ക് പാഞ്ഞു കയറി റീബൗണ്ട് എടുത്ത് ഒരു 2 പ്ലെയേഴ്സിൻ്റെ കാലിൻ്റെ ഇടയിലൂടെ അടിച്ച് കയറ്റുന്ന ഗോള്. ലിറ്ററലി സെയിം സാധനം തന്നെ, അടിച്ച് കയറ്റുന്ന ഗോളാണ്. അൽവാരസ് ജസ്റ്റ് ഒന്ന് നീക്കി തരുന്നേ ഉള്ളൂ. മെസ്സി ഓടി വന്ന് അടിച്ച് കയറ്റാണ് ആ ബോള്. ഗംഭീരമായൊരു ഗോൾ. അത് ഈജിപ്ത് കീപ്പറുടെ കയ്യിൽ തട്ടി, ക്രോസ് ബാറിൽ തട്ടിയാണ് ഉള്ളിലേക്ക് പോകുന്നത്. പണ്ട് സിദാൻ അടിച്ചിട്ടുണ്ട് അതുപോലൊരു ഗോള്. ബാറിൽ തട്ടി നേരെ ഡൗണിലേക്ക് പോയിട്ട് പിന്നെ ഉള്ളിൽ ഇതാക്കി കയറുന്നത്. ആ കൈൻഡ് ഓഫ് സാധനമാണ്. നല്ല പവറിലാണ് അടിക്കുന്നത്. അധികം വയ്യാതെ അപ്പോൾ തന്നെ 2-2 ആയപ്പോൾ തന്നെ ഏറെക്കുറെ ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള മനസ്സിലായി. കാരണം പിന്നെ കളിക്കുന്നത് ചാമ്പ്യൻ മെൻറ്റാലിറ്റിയിലാണ്. അതൊരു എന്തുകൊണ്ട് ചാമ്പ്യൻ ടീമുകളും മറ്റു ടീമുകളും തമ്മിലുള്ള വ്യത്യാസം പ്രധാന മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അർജന്റീന കളിച്ച കളി. ചാമ്പ്യൻ ടീം അവർ ഇഞ്ചുറി ടൈം വരെ, അവസാന വിസിൽ വരെ ആ ഒരു മെൻറ്റാലിറ്റിയോടെ കളിക്കും. ആ മെൻറ്റാലിറ്റി കിട്ടിയതാണ് ശേഷിച്ച അവസാനത്തെ ഒരു ഗോൾ എന്ന് പറയുന്നത്. ഓടിപ്പോകുന്നു, ലൗതാരോ മാർട്ടിനസിൻ്റെ അടുത്തേക്ക് ബോൾ വരുന്നു. അപ്പോൾ അവിടെ മെസ്സി ഇല്ല. എല്ലാവരും മെസ്സിയെ ട്രൈ ചെയ്തുമ്പോൾ മെസ്സി എപ്പോഴും ഒരു സെൻട്രൽ ഭാഗത്താണ് നിൽക്കുന്നത്, ഹാഫ് ഓഫ് ദി വേയിലാണ് നിൽക്കുന്നത്. ലൗതാരോ കൃത്യമായിട്ടൊരു ഗംഭീരമായൊരു ക്രോസ് കൊടുക്കുന്നു. അനായാസമായി തന്നെ അത് ഹെഡറാകുന്നു. അത് പെർഫെക്റ്റ് ഫിനിഷിംഗ് ആയിരുന്നു. അത് എൻസോയുടെ പെർഫെക്റ്റ് ഫിനിഷ് ആയിരുന്നു. അത് ഗോളിയുടെ പൊസിഷൻ മനസ്സിലാക്കി ഫാർ പോസ്റ്റിലേക്കാണ് അദ്ദേഹം ഹെഡ് ചെയ്യുന്നത്. പിന്നെ കണ്ടതെല്ലാം കൈൻഡ് ഓഫ് എന്താ പറയുക, നമ്മൾ ഈ അബ്സല്യൂട്ട് സിനിമ എന്ന് പറയുമല്ലോ, സെയിം സാധനം തന്നെയാണത്. മത്സരശേഷം ലയണൽ മെസ്സി, അതായത് കഴിഞ്ഞ തവണ കപ്പടിച്ചപ്പോൾ പോലും ഈ വിധം മെസ്സി കരയുന്നില്ല. മെസ്സിയുടെ കണ്ണിന്ന് ഭയങ്കരമായിട്ട് കണ്ണീര് വരുന്നു. എല്ലാ പ്ലേയേഴ്സിനും അദ്ദേഹം കെട്ടിപ്പിടിക്കുന്നു. എല്ലാ പ്ലേയേഴ്സിനും കെട്ടിപ്പിടിക്കുമ്പോൾ അദ്ദേഹം കരയുന്നുണ്ട്. ലാസ്റ്റ് പ്ലേയേഴ്സ് എല്ലാം മെസ്സിയെ എടുത്തുയർത്തുക. അതായത് വേൾഡ് കപ്പ് ഫൈനൽ അടിച്ച സമയത്താണ് നമ്മൾ അത്തരത്തിലുള്ള മൊമെന്റ് കണ്ടത്. അതിനുശേഷം ഇപ്പോൾ ഇതാ കിരീടമൊന്നും അടിക്കാതെ അവർ ലിറ്ററലി ഇപ്പോൾ ഒരു ക്വാർട്ടറിലേക്ക് എത്തിയിട്ടുള്ളൂ. ക്വാർട്ടറിലേക്ക് എത്തിയപ്പോൾ തന്നെ ആ വിധം അവരുടെ സെലിബ്രേഷൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. മെസ്സി എല്ലാ പ്ലേയേഴ്സും കൂടി ചേർന്ന് ആകാശത്തേക്ക് ഉയർത്തുന്നു, അതൊക്കെ നൃത്തം ചെയ്യുന്നു. ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു സാധനം അത് നമ്മൾ കളത്തിൽ ഉണ്ടാക്കുന്നൊരു സാധനമാണ്. ഓഫ് ദി ഫീൽഡും ഓൺ ദി ഫീൽഡും ഉണ്ടാക്കുന്നൊരു സാധനമാണ്. അത് കൃത്യമായിട്ട് കണ്ടൊരു മത്സരം. മെസ്സി ഒരു ട്രോലി കണ്ടർ. മെസ്സിക്ക് മെസ്സി നല്ലൊരു നായകനല്ല, മെസ്സിക്ക് എല്ലായ്പ്പോഴും സമ്മർദ്ദമാണ് എന്നുള്ള രീതിയിൽ എല്ലായ്പ്പോഴും കുറ്റം പറയുന്നു.
ഒറ്റയ്ക്ക് ഈ വിധം ഒറ്റയ്ക്ക് ആ ടീമിനെ എത്തിച്ചിട്ട് പോലും ഒരു പെനൽറ്റി മിസ്സാക്കിയപ്പോഴേക്ക് വന്ന ട്രോളുകൾ എന്തൊക്കെയായിരുന്നു? പെനൽറ്റി എടുക്കാൻ കഴിയില്ല, ഇപ്പോഴും സമ്മർദ്ദം മാറ്റാൻ കഴിയുന്നില്ല. അയാൾ തന്നെയല്ലേ ആ ടീമിനെ ഒപ്പം എത്തിക്കുന്ന, അസിസ്റ്റ് കൊടുക്കുന്നത് അയാൾ തന്നെയല്ലേ 2-2 എത്തിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അതായത് മെസ്സിയെ റേറ്റ് ചെയ്യാൻ ആയിട്ടില്ല. അത് ജനറേഷണൽ ടാലൻ്റാണ്. അവസാനം മെസ്സി ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം കളിച്ച കളി മാത്രം മതി പലരുടെയും കരിയറിന് മേലെയുണ്ടത്. റിപ്പോർട്ടർ ടിവിയും മൈജിയും ചേർന്നൊരുക്കുന്ന ലോകകപ്പ് പ്രവചന മത്സരം. നേടാം ടയോട്ട ഗ്ലാൻസ് കാർ അടക്കമുള്ള ബമ്പർ സമ്മാനങ്ങൾ. വിസിറ്റ് reporterlive.com. Scan this QR code. MSK, ഇതിപ്പോൾ അർജന്റീന വിരുദ്ധർ, മെസ്സി വിരുദ്ധർ ഈ മത്സരശേഷം പറയാൻ പോകുന്ന ഏറ്റവും വലിയ ആരോപണം, അല്ലെങ്കിൽ അവർക്കുള്ള ആശ്വാസവാചകം എന്ന് പറയുന്നത് ഇത് ഫിഫ ഓർഗനൈസ്ഡ് മാച്ചായിരുന്നു എന്നുള്ളതായിരിക്കും. ഒരുപക്ഷേ എന്നല്ല, അത് 100% അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം നിരവധി ഫൗളുകൾ വരുന്നു, ഒരു ഗോളവസരം, ഉറപ്പായിട്ടുള്ളൊരു ഗോളായ ശേഷം അത് നിഷേധിക്കപ്പെടുന്നു. ഇങ്ങനെ ഈജിപ്തിൻ്റെ ഭാഗത്തു നിന്ന് കുറേയേറെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടാകും. പക്ഷേ എങ്കിൽ പോലും ഈ മത്സരത്തിൻ്റെ ഗതിയെയും അത് സൃഷ്ടിച്ചിട്ടുള്ള ആ മത്സര ഇമ്പാക്റ്റിനെയും മറികടക്കാൻ പറ്റുന്ന ഒരു ആരോപണമായിരിക്കില്ല. അത് മണിക്കൂറുകൾക്കുള്ളിൽ തീർന്നു പോകുന്ന ഒരു ആരോപണമായി മാത്രം ശേഷിക്കുമെന്നത് കാര്യവും വ്യക്തമാണ്. പക്ഷേ ഇന്നത്തെ മത്സരത്തെ സംബന്ധിച്ച് ഇത് അംഗീകരിക്കപ്പെടേണ്ട ഒരു മാച്ചായിട്ട് കുറഞ്ഞ പക്ഷം രണ്ടാമത് ചിന്തിക്കുമ്പോഴെങ്കിലും ഒരു തോന്നലുണ്ടാവുമെന്നല്ലേ. കാരണം ഒരു ചാമ്പ്യൻ ടീം, ഇപ്പോൾ ബജേഷ് പറഞ്ഞ പ്രസക്തമാണ്. ഈ അർജന്റീനയെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ രാവിലെ കൂടി പറഞ്ഞു, അതായത് അവർ ഈ സ്കലോണിയുടെ കീഴിൽ 100 മത്സരങ്ങളിൽ അവർ 10 മത്സരങ്ങൾ തോറ്റത് ആദ്യം ഗോൾ വഴങ്ങിയ ശേഷം മത്സരങ്ങളാണ്. അതിൽ ഒരെണ്ണം മാത്രമേ അവർ ജയിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. 5 മത്സരങ്ങൾ തോറ്റു, 4 സമനിലായിരുന്നു. ഇവിടെ അതായിരുന്നു പ്രശ്നം. ആദ്യം ഗോൾ വഴങ്ങിയാൽ അർജന്റീന ഏത് രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യും, എങ്ങനെ കംബാക്ക് നടത്തുമെന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അത് അവർ തീർത്തിരിക്കുന്നു. കേപ്പ് വെർദെക്കെതിരായ മത്സരത്തിൽ ചില പോരായ്മകൾ കണ്ടെങ്കിലും ഇതിപ്പോൾ അതിലുപരിയായിട്ട് ഒരു ചാമ്പ്യൻ ടീമിൻ്റെ മെൻറ്റാലിറ്റിയിലേക്ക് അവർ മാറിക്കഴിഞ്ഞതോടുകൂടി അവരൊരു ത്രെട്ടായി തന്നെ മാറുകയാണോ എന്നുള്ളതാണ് ഈ മത്സരം അവശേഷിപ്പിക്കുന്ന ചോദ്യം. ഈ ചാമ്പ്യൻ ടീമിൻ്റെ മെൻറ്റാലിറ്റിയെ കുറിച്ച് ജയേഷ് പറഞ്ഞതും നിങ്ങൾ പറഞ്ഞതും അംഗീകരിക്കുന്നു. ചാമ്പ്യൻ ടീമിൻ്റെ മെൻറ്റാലിറ്റിയോട് തന്നെയാണ് അർജന്റീന കളിച്ചത്. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ അർജന്റീനക്ക് ഒരിക്കലും അഭിമാനിക്കാൻ ഉതകുന്ന ഒരു ജയമോ ഒന്നുമല്ല ഈ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞത്. പിന്നെ ഞങ്ങൾ ആദ്യം പറഞ്ഞ ചോദ്യത്തിൻ്റെ തുടക്കം, അതായത് ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടത് ഈജിപ്തിൻ്റെ 11 പേരും അതിനൊപ്പം എതിർഭാഗത്ത് അർജന്റീനയുടെ കൂടെ റഫറിയും അതുപോലെ തന്നെ ആ ഒരു ഫിഫ സിസ്റ്റം മുഴുവൻ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് കണ്ടത്. ഇതിൽ പിന്നെ അർജന്റീന ഒരു ഭാഗത്ത് അവസാനം വരെ കളിച്ചെങ്കിലും ഏറ്റവും പരുക്കൻ കളി ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത് അർജന്റീനയാണ്. പല സമയത്തും അവരുടെ ഫൗളുകൾ റഫറി നോട്ട് ചെയ്യാതെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഫൗളിൻ്റെ, അതായത് ഓടിപ്പോകുന്ന വഴിക്ക് ഈജിപ്ഷ്യൻ കളിക്കാരൻ്റെ മുഖത്തടിച്ച രീതിയിലുള്ളൊരു ഫൗൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊന്നും വിഷ്വൽ പോലും റീപ്ലേ പോലും നമ്മൾ കണ്ടിട്ടില്ല. ഒരു മെയിൻ ഇവൻ്റാണ്, ലോകകപ്പ് പോലുള്ള ഒരു മെയിൻ ഇവൻറ്റിൻ്റെ റീപ്ലേ പോലും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്തൊക്കെയോ ഫിഫയുടെ ഭാഗത്തു നിന്നും മറ്റുമൊക്കെ അർജന്റീനക്ക് ഫേവറായിട്ട് തന്നെ കാര്യങ്ങൾ വന്നു എന്ന രീതിയിലാണ് ഈ മത്സരം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ ഉള്ളത് രണ്ടാമത്തെ ഗോൾ. ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഗോളായിരുന്നു നിഷേധിക്കപ്പെട്ടത്. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ആ ബോൾ പിന്നെയും മുന്നോട്ട് പോയി അവസാനം ഗോളിലേക്ക് എത്തി. അതിനുശേഷമാണ് വാർ പരിശോധനയ്ക്ക് ശേഷം ഈ ഗോൾ നിഷേധിക്കപ്പെടുന്നത്. സെയിം അവസ്ഥ അങ്ങനെയാണെങ്കിൽ അത് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ അർജന്റീന അടിച്ച മൂന്നാമത്തെ ഗോൾ നിഷേധിക്കപ്പെടേണ്ടതായിരുന്നു. കാരണം അവിടെ അതേപോലത്തെ ഒരു ഫൗൾ അവിടെ നടന്നിട്ടുണ്ട്. സലയെ അവിടെ നിന്ന് ഫൗൾ ചെയ്തിരുന്നു. സലയെ ഫൗൾ ചെയ്ത വഴിക്ക് ഒരു പെനാൽറ്റി അടക്കം ഈജിപ്തിന് കിട്ടാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ അവിടെ യാതൊരു നിഷേധം, വാർ ചെക്കോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള തീരുമാനങ്ങളോ ഒന്നുമില്ല. രണ്ടാമത്തെ ഗോൾ നിഷേധിക്കാൻ വേണ്ടി അത് പെട്ടെന്ന് അതായത് കളി പിന്നെയും ഒരുപാട് മുന്നോട്ട് പോയി. അതായത് ഈജിപ്തിൻ്റെ ഏരിയയിൽ നിന്നാണ് കളി ഉണ്ടായിരുന്നത്. അവിടെ നിന്നും അത്രയും മുന്നോട്ട് പോയി ഗോൾ അടിച്ച സമയത്താണ് ഈ വാർച്ചക്ക് വഴി അതൊരു ഫൗളാണെന്ന് കണ്ടെത്തിക്കൊണ്ട് ഗോൾ നിഷേധിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ഗോൾ നിഷേധിക്കപ്പെടാൻ പാടില്ലായിരുന്നു. അതിനൊപ്പം തന്നെ ഈ മെസ്സിക്ക് അത് പ്രോപ്പർ കോണ്ടാക്ട് ഇല്ല. പ്രോപ്പർ കോണ്ടാക്ട് ഉണ്ട്. ലിസാൻഡ്രോ മാർട്ടിനസിന് ചവിട്ടിയത് കറക്റ്റ് സ്റ്റഡാണ്. മുഹമ്മദ് സലയുടെ കാലിലും ഇതേപോലെ തന്നെയാണ്. കോണ്ടാക്ട് അല്ല, അത് കാണിച്ചല്ലോ. ഇല്ലില്ല, അങ്ങനെ ഞാൻ നിങ്ങളെ വാദിക്കാൻ വേണ്ടി ഒരാൾ പ്രഷർ കൃത്യമായിട്ട് കണ്ടുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നത് ബോഡി കോണ്ടാക്ട് പോലും കൃത്യമായിട്ട് ഉണ്ടായിട്ടില്ല. ഈജിപ്ത് അടിച്ച ഗോൾ, ഈജിപ്തിന് ഒറ്റ കാര്യം, ഈജിപ്തിന് നിഷേധിച്ച ഗോൾ എന്ന് പറഞ്ഞല്ലോ, അത് ലിസാൻഡ്രോ മാർട്ടിൻസിനെ ചവിട്ടിയോ? അത് വാർ കണ്ടതാണല്ലോ. 7 or 8 തവണ അതിന്റെ സ്ലോ മോഷൻ കണ്ടല്ലോ. അത് ചവിട്ടിയിട്ടുണ്ടോ? സ്റ്റഡല്ലേ? പ്രോപ്പർ ഫൗൾ അല്ലേ? പ്രോപ്പർ ഫൗൾ ആണെങ്കിൽ പ്രോപ്പർ ഫൗൾ ആണോ? അല്ലേ, മറ്റേത് ഫൗളാണ്. അങ്ങനെയാണെങ്കിൽ
കോണ്ടാക്ട് ഇല്ല MSK. എങ്ങനെ അത് contact ഇല്ല? കണ്ടതല്ലേ? slow motion കണ്ടില്ലേ? അതായത് സലയാണ് ആരാധകൻ എന്നുള്ള നിലയിൽ അല്ലല്ല അത് ഒരിക്കലും ആരാധന നമ്മളിൽ ഉണ്ട്, നമ്മൾ സംസാരിക്കുകയും ചെയ്യും. പക്ഷെ ഇത് പറയുന്നത് അങ്ങനെയല്ല. ഒരു ഫുട്ബോൾ ആരാധകൻ എന്നുള്ള നിലയ്ക്ക് രണ്ടും ഫൗളാണ്. കാരണം എങ്ങനെയെങ്കിലും ഞാൻ ചോദിക്കട്ടെ, മെസ്സി ഇതിനു മുമ്പ് ഇതേപോലെ ഓസ്ട്രിയക്കെതിരെയുള്ള മത്സരം ഇതേപോലത്തെ ഒരു ഫൗള് നടന്നിരുന്നു. ഇതേപോലെ ആ ഗോളിന് മുമ്പ് ഇതേപോലെ ഫൗളും അല്ല, ആ സമയത്ത് വാർച്ചക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അർജന്റീനക്ക് ഫേവർ ആയിട്ട് ആ തീരുമാനം ഗോളായിട്ട് നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അർജന്റീനക്ക് ഫേവർ ആയിട്ടാണ് ഈ ലോകകപ്പിൽ തുടക്കം മുതൽ തന്നെ അർജന്റീനക്ക് ഫേവർ ആയിട്ടാണ് പല തീരുമാനങ്ങളും ഉണ്ടായത്. ഈ മത്സരത്തിൽ തന്നെ പല ഫൗളുകളും അർജന്റീന ചെയ്യുന്ന ഫൗളുകൾ കാണാതെ പോകുന്നു. ഇതേപോലുള്ള ഏറ്റവും മികച്ച ഗോൾ നിഷേധിക്കപ്പെടുന്നു. മെസ്സി ഫാൻ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് പറയാം. പക്ഷെ ഒരു ഫുട്ബോൾ ആരാധകൻ എന്നുള്ള നിലക്ക് ഞാനിപ്പോ ഒരു ഫാനോ കാര്യങ്ങളോ ഒന്നും അല്ല. പക്ഷെ എന്താണ് ഈ അർജന്റീന കൊണ്ട് ജയിപ്പിച്ചിട്ട് എന്താണ്? അല്ല, എനിക്ക് മനസ്സിലാവാത്ത കാര്യം അതാണ്. കാരണം ഒരു പകൽക്കൊള്ളയാണ് ഈജിപ്തിനെതിരെ ശരിക്കും നടന്നത്. ഒരു പകൽക്കൊള്ള തന്നെയാണ്. കാരണം ഈജിപ്ത് 3 ഗോളുകൾ നല്ല 3 ഗോളുകൾ അടിച്ചു. ഈ രണ്ടാമത്തെ ഗോൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ഗോളും അർജന്റീന അടിച്ച മൂന്നാമത്തെ ഗോൾ തീർച്ചയായും നിഷേധിക്കും. അവിടെ ഒരു പെനാൽറ്റിക്ക് പോലും സാധ്യത ഉണ്ടായിരുന്നു. പ്രോപ്പർ കോണ്ടാക്ട് അവിടെ ഉണ്ടായിരുന്നു. സലക്കെതിരെ ഉള്ളത് പ്രോപ്പർ കോണ്ടാക്ട് അല്ല, ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണ്. അതായത് MSK പറഞ്ഞാല് ചില മൊമെന്റുകളിൽ കാർഡ് കൊടുക്കാവുന്നതുണ്ട്. ഇപ്പോ സലേ ഫസ്റ്റ് ഹാഫില് സ്ലൈഡ് ചെയ്ത് അതൊരു യെല്ലോ കാർഡിനുള്ള ഫൗൾ ഉണ്ടായിരുന്നു. അത് സത്യമാണ്, അത് കൊടുത്തില്ല. അതിനൊപ്പം ഡീപോള്, എനിക്ക് പ്ലെയറുടെ പേര് ഓർമ്മയില്ല, ഡീപോള് ഈജിപ്തിന്റെ ഒരു താരത്തിന്റെ അടുത്തേക്ക് ഓടി വന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മുഖത്ത് തട്ടി എന്നുള്ള രീതിയിൽ തോന്നി. അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. അത് തട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊരു റെഡ് കാർഡ് ഫൗളാണ്, മുഖത്തടിക്കുക എന്ന് പറയുന്നത്. അർജന്റീന പ്ലേയേഴ്സ് പല സമയത്തും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ MSK നേരത്തെ പറഞ്ഞ ആ വാദം പെനൽറ്റി കൊടുക്കണം എന്നുള്ളത് അത് പ്രോപ്പർ കോണ്ടാക്ട് അല്ല. അതിൽ ഞാൻ കണ്ടെടുത്തോളം അതൊരു ഫൗള് തന്നെയാണ്. അവിടെ കൃത്യമായിട്ട് ഇപ്പം സലയെ ഫൗൾ ചെയ്തപ്പോൾ കാർഡോ മറ്റോ കൊടുത്തില്ല. മെസ്സിക്കും അർജന്റീനക്കും ഫേവർ ആയിട്ട് തീരുമാനങ്ങൾ ഇപ്പോൾ ഓസ്ട്രിയക്കെതിരെയുള്ള മത്സരത്തിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. മെസ്സി കൃത്യമായിട്ടൊരു ഫൗൾ ചെയ്തിട്ട് അദ്ദേഹത്തിന് കാർഡോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിരുന്നില്ല. ആ സമയത്തിൽ ആ ഗോളും ഓസ്ട്രിയക്കെതിരെയുള്ള ഒരു ഗോളും ഇതേപോലെ ഫസ്റ്റ് ഒരു ഫൗള് നടന്നതിന് ശേഷമാണ് ബോൾ മുന്നോട്ടേക്ക് നീങ്ങിയിട്ട് ഗോളായത്. അവിടെ ഒരു ഗാന മത്സരം സമനിലയിൽ നിൽക്കുന്ന സമയത്ത് ഖാനയ്ക്ക് അനുകൂലമായിട്ടൊരു പെനൽറ്റി വന്നിരുന്നു. അല്ല, പെനൽറ്റി കൊടുത്തില്ല, അത് ഷുവർ പെനൽറ്റി ആയിരുന്നു. ഇംഗ്ലണ്ട് പൈസ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ പൈസ കൊടുക്കുന്നല്ല ഞാൻ പറയുന്നത്. പൈസ കൊടുക്കലും മറ്റൊന്നല്ല ഇവിടെ വിഷയം. പക്ഷേ ഈ മത്സരം നമ്മൾ കണ്ടിടത്തോളം ഈജിപ്ത് ജയിക്കാൻ ഏറ്റവും അർഹത ഉണ്ടായിരുന്ന ഒരു ടീമായിരുന്നു. നന്നായിട്ട് കളിച്ചു. ഈജിപ്തിന്റെ ആ ഗോൾ, രണ്ടാമത്തെ ഗോൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അർജന്റീനയുടെ മൂന്നാമത്തെ ഗോൾ നിഷേധിക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ജയ്ഷൻ, നമുക്ക് കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇനിയിപ്പോൾ ഈ മത്സരം, ഈ ലോകകപ്പ് ഒരു പക്ഷേ അടയാളപ്പെടുത്തുക തീർച്ചയായിട്ടും ഇതിഹാസങ്ങളുടെ പടിയിറക്കം കണ്ട ലോകകപ്പ് എന്നുള്ള നിലയിലാണ്. കാരണം നമ്മൾ കാണുന്നു, നെയ്മർ പോകുന്നു, റൊണാൾഡോ മടങ്ങുന്നു, മോഡ്രിച്ച് അതിനു മുമ്പ് പോകുന്നു. ഇന്നത്തെ രാവോടുകൂടി അർജന്റീനയും മെസ്സിയും അടങ്ങുമെന്നാണ് ആ മത്സരം 90 മിനിറ്റ് പോലും പ്രതീക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. പക്ഷേ അതല്ല അർജന്റീനയും മെസ്സിയും എന്ന കാര്യം അവർ തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ടൂർണമെൻറ്റ് അടയാളപ്പെടുത്തുന്നത് ആ തരത്തിൽ കൂടിയായിരിക്കില്ലേ? കാരണം പ്രീ ക്വാർട്ടറിൽ പോകേണ്ട ഒരു ടീമല്ല ശരിക്കും പറഞ്ഞാൽ അർജന്റീന. ഈ പറയുന്ന വാദങ്ങളെല്ലാം നിരത്തി വെച്ചാൽ പോലും, അല്ലെങ്കിൽ ഫിഫയുടെ അകമഴി സഹായം അതൊരിക്കലും ഉണ്ടാകില്ല. അത് ഒരു ഫുട്ബോളിൽ ഒരു മാച്ച് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു വസ്തുതയാണ്. നമുക്ക് ചിന്തിച്ചാൽ തന്നെ അത് മനസ്സിലാകും. കാരണം ആ 11 കളിക്കാരും എങ്ങനെ ഈ ഒരു പ്ലേക്ക് അനുസരിച്ച് കളിക്കുക എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. സ്വാഭാവികം. അപ്പോൾ ഇതാണ് ഇന്നത്തെ മത്സരം മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ കാര്യം. മെസ്സി മടങ്ങുമോ ഇല്ലയോ, തുടരുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ മെസ്സിയും അവിടെ നിലനിൽക്കുന്നുണ്ട്, അർജന്റീന നിലനിൽക്കുന്നുണ്ട്. ഇത് അവരുടെ മെൻറ്റാലിറ്റിയിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ ഇത്രയും കരുത്തനായിട്ടുള്ള അർജന്റീന ഇനിയിപ്പോൾ അവർ തടയാൻ, നമ്മൾ കേപ്പ് വെർദെയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു പക്ഷേ ഈജിപ്റ്റ് പ്രശ്നം ഉണ്ടാക്കുമെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. കാരണം വിങ്ങിലെ പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നു, സെൻട്രൽ ബാക്കുകൾ കയറി കളിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നു. അതിന്ന് തുറന്ന് കാട്ടപ്പെടുകയും ചെയ്തു. അർജന്റീനയുടെ ഭാഗത്തു നിന്നുള്ള പോരായ്മകൾ എന്താണെന്ന് വെച്ചാൽ അതിന്ന് തുറന്ന് കാട്ടപ്പെടുകയാണ്. പക്ഷേ എങ്കിൽ പോലും അവർ വന്ന തിരിച്ചുവരവിൻ്റെ ഒരു സൂചന നൽകുന്ന ആ ഒരു കാര്യം നൽകുന്ന സൂചന അത് പോസിറ്റീവ് തന്നെയാണോ ടീമിനെ സംബന്ധിച്ച്? ഉറപ്പായിട്ടും. അർജന്റീന 3 മാറ്റങ്ങളുമായിട്ടാണ് ഇറങ്ങിയത്. വിങ്ങിലവിടെ ഫക്കണ്ടോ മെദീനയ്ക്ക് പകരം ടാഗ്ലിയോഫിക്ക വരുന്നുണ്ട്. കഴിഞ്ഞ മാച്ചിൽ മെദീനയുടെ പിഴവിൽ നിന്നൊരു ഗോൾ വന്നിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാലിനിടയിലൂടെയൊക്കെയാണ്
അസിസ്റ്റ് എല്ലാം കൊടുക്കുന്നത്. ഒരു ഗോൾ അടിച്ചു കയറ്റുന്നതും കാലിനിടയിലൂടെയാണ്. അപ്പം അത്തരത്തിൽ ചില ഫോൾട്ടുകൾ മനസ്സിലാക്കിയിട്ടാവണം കുറെ കൂടി ഫിസിക്കലായിട്ട് കളിക്കുന്ന ടാഗ്ലിയഫിക്ക് ഫസ്റ്റ് ലെവലിൽ കളിപ്പിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഈ ആദ്യത്തെ പ്രിവ്യൂ ടാക്ടിക്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, കേപ്പ് വെറുതെ പോലെയല്ല ഈജിപ്ത് കുറെ കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് കളിക്കുന്നത്. കേപ്പ് വെറുതെ അപ്പം കിട്ടിയൊരു എനർജിയിൽ ഒരു ആവേശത്തിൻ്റെ പുറത്ത് കളിക്കുന്നതും ഓർഗനൈസ്ഡ് ആയിട്ട് കളിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമ്മളിവിടെ കണ്ടിരുന്നു. ഇതിനൊക്കെ ഡിഫറൻസ് ആയിട്ട് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അർജന്റീനയുടെ ആ ചാമ്പ്യൻ മെൻറ്റാലിറ്റിയാണ്. ഇവിടെ ഇപ്പോൾ ഹസനായാലും സെയ്ക്കോ ആയാലും സല ആയാലും നല്ല രീതിയിൽ പ്രഷർ കൊടുത്ത് അർജന്റീനൻ ഡിഫൻസിനെ ഷാറ്റേഡ് ചെയ്യുന്നുണ്ട്. ഒരു ഗോൾ വഴങ്ങിയ ശേഷം അർജന്റീനയെ എങ്ങനെയെങ്കിലും തിരിച്ചിരിക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഫുൾ സെൻറ്റർ ബാക്ക് ഉൾപ്പെടെ കയറി പോകുമ്പോഴാണ് രണ്ടാമത്തെ ഗോൾ വരുന്നത്. സലയുടെ ഒരു ഗംഭീരമായ പകുതി ഒഴിഞ്ഞ അസിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ സിക്ക് ഒരു ഗോൾ നേരത്തെ അടിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫൗളിൻ്റെ പേരിൽ നിഷേധിക്കുന്നു. അദ്ദേഹം തന്നെ ഗംഭീരമായ രീതിയിൽ രണ്ടാമത്തെ ഗോൾ വന്നു അടിച്ചു കയറ്റുന്നു. അത് അർജന്റീനയ്ക്ക് ഡിഫൻസ് അവിടെ പാളിപ്പോയിട്ടുണ്ട്. പാളിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോക്കൗട്ട് മത്സരമാണ്. ഓൾ ഔട്ട് അറ്റാക്ക് ചെയ്ത് പിടിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അർജന്റീനയുടെ അപ്പോഴത്തെ ലക്ഷ്യം. അതവർ ലക്ഷ്യം കാണുകയും ചെയ്തു. അതിലാണ് പിഴവ് വരുന്നത്. എങ്ങനെ പോയാലും 2 ഗോളിനല്ല 3 ഗോളിന് ഡൗൺ ആയാലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ളൊരു മെൻറ്റാലിറ്റി അവിടെയുണ്ട്. ആ മെൻറ്റാലിറ്റി തന്നെയാണ് വിജയിച്ചത്. അതിനവർക്ക് എല്ലായ്പ്പോഴും എന്ന പോലെ ഈ ലോകകപ്പിൽ ത്രൂ ഔട്ട് കഴിഞ്ഞ വേൾഡ് കപ്പ് മുതൽ ഈ ലോകകപ്പിലായിക്കോട്ടെ ത്രൂ ഔട്ട് മെസ്സി എന്നൊരു സാന്നിധ്യം കൃത്യമായിട്ടുണ്ട്. അത് എത്ര എതിരാളികൾ പറഞ്ഞു കഴിഞ്ഞാലും മെസ്സി കൊടുക്കുന്ന പ്രസൻസ്, മെസ്സി ഉണ്ടാക്കുന്ന ഒരു എനർജി എന്നൊക്കെ പറയുന്നത് അത് ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് ആ ടീമിനുണ്ടാക്കി കൊടുക്കുന്നത്. അത് തന്നെയാണ് കൃത്യമായിട്ട് നമ്മൾ കണ്ടത്. ഈ മെസ്സി എന്ന് പറയുന്നത് ഒരു ലോകകപ്പിൽ 2 പെനാൽറ്റികൾ മിസ്സാക്കുന്ന ആദ്യ താരം എന്നുള്ള ഒരു മോശം റെക്കോർഡിലേക്ക് പോകുന്നു. ഈ മത്സരം ഇന്ന് ഒരു പക്ഷേ അർജന്റീന തോറ്റിരുന്നുവെങ്കിൽ അതിൻ്റെ പേരിൽ ഏറ്റവും ക്രൂശിക്കപ്പെടുക ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരം തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ പടിയിറക്കം എന്ന് പറയുന്നത് അത്യധികം വേദനയോട് കൂടിയായിരിക്കും. ഇതുവരെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് മറന്നു പോകുന്നൊരു തരത്തിലേക്ക് മാറ്റം മാറിയില്ല. പക്ഷേ അദ്ദേഹം എന്താണെന്ന് ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം തിരികെ ഗോളടിച്ചുകൊണ്ട് ഒരു ഗോളിന് വഴിയൊരുക്കിക്കൊണ്ട് നിർണായകമായ ലീഡ് എടുത്ത് കൊടുക്കുന്ന ഗോൾ സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. മറുഭാഗത്ത് അദ്ദേഹത്തെ തടഞ്ഞ മുസ്തഫ ഷൊബർ എന്ന് പറയുന്ന ഗോൾ കീപ്പറെ കുറിച്ച് കൂടി നമ്മൾ മറക്കാൻ പറ്റില്ല. അദ്ദേഹം ഇന്ന് ഉറപ്പായിട്ടുള്ള ഒരു ഫ്രീ കിക്ക് തടയുന്നു, ഒരു പെനാൽറ്റി തടയുന്നു, മികച്ച 2 സേവുകൾ നടത്തുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ ആ ഒരു പോരാട്ടം നമ്മൾ കഴിഞ്ഞ തവണ വൊസീനി ആയിരുന്നുവെങ്കിൽ ഇത്തവണ മെസ്സിക്ക് അത്തരത്തിൽ ഗോളിയെ കീഴ്പ്പെടുത്തുന്നതിൽ ചില പ്രശ്നങ്ങൾ കാണുന്നു. അദ്ദേഹം ഏതെങ്കിലും നിമിഷത്തിൽ അദ്ദേഹം മടങ്ങി വരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഒരു ഗോളിയിൽ ആദ്യ നിമിഷങ്ങളിൽ പോലും അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ടോ ഈ മത്സരം? ഈ അവരുടെ ഗോൾ കീപ്പർ ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഇതിനൊപ്പം തന്നെ ഈ പെനാൽറ്റിയെ കുറിച്ച് കൂടി ഒന്ന് സൂചിപ്പിക്കാൻ തോന്നുന്നു. ഈ 2018 ശേഷമുള്ള ഈ 3 വേൾഡ് കപ്പ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പെനാൽറ്റി ലഭിച്ചിരിക്കുന്നത് അർജന്റീനയ്ക്കാണ്. അതിൻ്റെ തൊട്ട് പിറകെ ലഭിച്ചിരിക്കുന്നത് ഫ്രാൻസിന് ലഭിച്ചതിൻ്റെ ഇരട്ടി പെനാൽറ്റി അർജന്റീനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഭംഗ്യം തരാൻ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഒരു ചെറിയൊരു കാര്യം കൂടെ, സെൻറ്റർ ഹാഫിൽ നിന്ന് ഫൗൾ ചെയ്താൽ പെനാൽറ്റി കിട്ടില്ലല്ലോ, ബോക്സിലെത്തണ്ടേ? അല്ല, ബോക്സിലൊക്കെ എത്തിക്കോട്ടെ. പക്ഷേ ഈ കഴിഞ്ഞ 3 ലോകകപ്പുകളിലായി ഇങ്ങനെ ഒരു കണക്ക് കൂടിയുണ്ട്. അതുകൂടി ഇതിലെ ഇന്നത്തെ മത്സരത്തിൽ ആദ്യ പെനാൽറ്റി പോലും സംശയാസ്പദമാണെന്ന് കൂടി എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നത്തെ മത്സരത്തിലെ ആദ്യ പെനാൽറ്റി ശരിക്കല്ലേ, ഞാൻ കാര്യമായിട്ട് പറയാണ്. ഇന്നത്തെ മത്സരത്തിലെ പെനാൽറ്റി എന്നുള്ളത് എതിർ കളിക്കാരൻ വന്ന് ഈ കളിക്കാരൻ്റെ ദേഹത്തേക്ക് വന്ന് വീഴുകയാണ് ശരിക്കും ചെയ്യുന്നത്. അതിലും എനിക്ക് ഡൗട്ടുണ്ട്. എങ്കിൽ കൂടി ഇങ്ങനെ ഒരു കണക്കുണ്ട്. അതായത് അർജന്റീനയ്ക്ക് ലഭിച്ച പെനാൽറ്റിയുടെ പകുതിയാണ് ഫ്രാൻസിനുള്ളത് ഈ 3 ലോകകപ്പുകളിൽ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത്രത്തോളം അർജന്റീന താരങ്ങൾ ശ്രമം നടത്തിയെന്നല്ല മെസ്കെ. അല്ല, അങ്ങനെയും കണക്കാക്കാം, വേറെ തരത്തിലും കണക്കാക്കാം, 2 തരത്തിൽ കണക്കാക്കാം. നിങ്ങളൊരു അർജന്റീന ഫാൻ, മെസ്സി ഫാൻ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് അങ്ങനെ കണക്കാക്കാം, എനിക്ക് വേറെ തരത്തിൽ വിരോധിയല്ല, ഒരു ഫുട്ബോൾ ആരാധകൻ എന്നുള്ള നിലക്ക് എനിക്ക് എങ്ങനെ കണക്കാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു, ഈ ഗോളിയുടെ മെസ്സിയിലേക്ക് തന്നെ കളി വരുന്നു. മെസ്സി തന്നെ പെനാൽറ്റി എടുക്കുന്നു എന്ന് നോക്കും. മെസ്സി ലോകകപ്പിൽ 2 പെനാൽറ്റി മിസ്സാക്കി എന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പെനാൽറ്റി എടുക്കാൻ മെസ്സിക്ക് അപ്പുറം മറ്റ് ആരെങ്കിലുമൊക്കെ അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നതുകൂടിയാണ് കാണുന്നത്. അങ്ങനെ ഒരു രീതിയിലേക്ക് അർജന്റീന മാറേണ്ടിയിരിക്കുന്നു. അടുത്ത മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ഇനി 2-3 മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. മെസ്സിയിലേക്ക് പെനാൽറ്റി എടുക്കാൻ അവർ മെസ്സി മാത്രമാണോ ഉള്ളത് എന്നുള്ളൊരു സംശയം അവിടെ ഉണ്ട്. കാരണം ഒരു പെനാൽറ്റി മിസ്സാവുന്നു, 2 പെനാൽറ്റി മിസ്സാവുന്നു എന്ന രീതിയിൽ നോക്കുമ്പം മെസ്സിക്ക് അപ്പുറം മറ്റൊരു പെനാൽറ്റി ടേക്കർ അവർ തീർച്ചയായും കണ്ടെത്തേണ്ടതുണ്ട്. പിന്നെ മെസ്സിയുടെ ഈ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടി മെസ്സിയുടെ ഗ്ലോറിയെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. ഇപ്പം
ഞാൻ മെസ്സി ഫാനൊന്നും അല്ലെങ്കിലും ജയേഷും നിങ്ങളൊക്കെ കട്ട മെസ്സി ഫാനാണെങ്കിലും ഇതിൽ ജയേഷ് പറഞ്ഞതിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ഈ വിന്നിംഗ് മെൻറ്റാലിറ്റി എന്ന രീതിയിൽ നോക്കുമ്പോൾ മെസ്സി എന്ന ക്യാപ്റ്റൻ, മെസ്സി എന്ന താരം അർജന്റീനയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തെളിയിച്ചൊരു മത്സരമായിരുന്നു. കാരണം അവസാന നിമിഷം വരെ ഈ 75 മിനിറ്റിന് ശേഷമുള്ള മെസ്സി ഒരു അറ്റത്ത് ഒരു ഫ്രണ്ടിലുള്ള മെസ്സി തിരിഞ്ഞു വന്ന് എത്രയോ പുറകുന്നു വന്നിട്ട് ബോൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഓട്ടവും മറ്റൊക്കെ നോക്കുമ്പോൾ ആ സ്റ്റാമിനയും ആ ഒരു കായികക്ഷമതയൊക്കെ നമ്മൾ തീർച്ചയായും അഭിനന്ദിക്കേണ്ടതാണ്. ജയിക്കണം എന്നുള്ള ഒറ്റ ഇതാണ്. അതായത് പിന്നെ അർജന്റീന വേൾഡ് ചാമ്പ്യന്മാരാണ്. എന്തുകൊണ്ടാണ് അവർ വേൾഡ് ചാമ്പ്യന്മാരായി എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് മെസ്സി മുന്നിൽ നിന്ന് നയിക്കുന്ന അർജന്റീന ടീം. ഇപ്പം നോക്കൗട്ടിലേക്ക് വരികയാണെങ്കിൽ മെസ്സിക്ക് ഇനിയിപ്പം അടുത്ത എതിരാളി ആരെന്നുള്ളത് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിർബന്ധം വന്നിട്ടില്ല, ചിത്രം തെളിഞ്ഞു വരുന്നില്ല. അടുത്ത മത്സരം കൂടി കഴിയുമ്പോഴായിരിക്കും അത് വ്യക്തമാകുന്നത്. നാളെ കൊളംബിയ വേഴ്സസ് സ്വിസ്. അപ്പം സ്വാഭാവികമായിട്ടും അടുത്ത മത്സരത്തിൽ കൊളംബിയ വരികയാണെങ്കിൽ ഏതാണ്ട് ലാറ്റിൻ അമേരിക്കൻ ശൈലിയിൽ കളിക്കുന്ന ടീമെന്ന് വേണമെങ്കിൽ പറയാം. സ്വിസ് ആണെങ്കിലും സമാനമായിട്ടുള്ളൊരു വെല്ലുവിളി, കാരണം അത്രമാത്രം പ്രതിരോധം കിട്ടുന്ന ഇനിയുള്ള എല്ലാ മത്സരവും എന്തായാലും കടുപ്പമായിരിക്കും. കാരണം ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ലെയറിൽ 9 താരങ്ങൾ ബോക്സിന് മുന്നിലുണ്ടായിരുന്നു. ഒരു ചുവന്ന പിരമിഡ് പോലെ തന്നെ അവർ അണിനിരക്കുന്ന കാഴ്ച കണ്ടു. കേപ്പ് വെർദെക്കെതിരായ കളിയിൽ നമ്മളത് കണ്ടു. പക്ഷേ നിർണായകമായ ഘട്ടത്തിൽ, അതായത് ഈ അർജന്റീനയെ സംബന്ധിച്ച് അവസാന മിനിറ്റുകളിൽ ഗോൾ വഴങ്ങുന്നതിനൊപ്പം അവസാന മിനിറ്റുകളിൽ ഗോൾ അടിക്കാനും ഈ അർജന്റീനയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അത് ഇവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു മാറ്റമാണ് ഈ ടീമിനെ സംബന്ധിച്ച്. അതായത് അർജന്റീന കുറച്ച് നാൾ മുമ്പ് ഒരു അർജന്റീനയുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഈ അവസാന നിമിഷങ്ങളിൽ കൊണ്ടുപോയി കളയുക എന്നുള്ളൊരു പ്രശ്നം. അത് കുറേ ടീമുണ്ട്. ഇപ്പോൾ നമ്മൾ സൂക്ഷ്മമായി നോക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ലിവർപൂൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എൻ്റെ ഫേവറേറ്റ് ടീമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവസാന നിമിഷം കൊണ്ടുപോയിട്ട് അങ്ങ് കൊണ്ടുപോയി കളയുക എന്ന് പറയുമല്ലോ, അങ്ങനെ കളയുന്നത്. അർജന്റീനയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നേരെ തിരിച്ചാണ്. എത്ര ഗോൾ വാങ്ങിയാലും അവസാന നിമിഷം കൊണ്ടുപോയി പിടിക്കുക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അവസാന നിമിഷം ടീം വിജയിക്കുക. ആ ഒരു മെൻറ്റാലിറ്റി മാറിയതാണത്. ഒരു മോൺസ്റ്റർ മെൻറ്റാലിറ്റിയിലേക്ക് അർജന്റീന മാറി എന്നുള്ളത്. അതായത് സ്കലോണി കുത്തിവെച്ചൊരു ഊർജ്ജമാണത്. അത് പ്രോപ്പറായിട്ട് മെസ്സിയിലൂടെ അങ്ങ് വരുന്നു, മെസ്സി മറ്റ് പ്ലേയേഴ്സിലേക്ക് അത് കൊടുക്കുന്നു എന്നുള്ളത്. അത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവാണ്. അത് പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യാനോയുടെ ഭാഷയിൽ പറഞ്ഞാൽ 7-8 മത്സരങ്ങൾ മാത്രമുള്ള ഒരു ലോകകപ്പിൽ അത് കൊടുക്കുന്നൊരു ഊർജ്ജം വളരെ വലുതാണ്. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കൗട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം എത്ര ചെറിയ ടീമാണെങ്കിലും അവർ കളിക്കാൻ പോകുന്നത് ഹൈ ഇൻറ്റൻസോടായിരിക്കും അവർ കളിക്കാൻ വരുന്നത്. കൃത്യമായ പ്ലാന്, ഏത് വിധേനയും ഒരു 90 മിനിറ്റ് ചത്ത് കളിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ചത്ത് കളിക്കുക, എന്നിട്ട് ആ ടീമിനെ പിടിക്കുക എന്നുള്ള രീതിയിൽ. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കെബേർഡ് കളിച്ചത്, അങ്ങനെയായിരുന്നു. ഈജിപ്ത് കളിച്ചത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ വരാൻ പോകുന്നത് കൊളംബിയ ആയാലും സ്വിറ്റ്സർലൻഡ് ആയാലും ആ രീതിയിൽ തന്നെ കുറെ കൂടി അത് 2 ടീമും നല്ല ഓർഗനൈസ്ഡ് ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. ഇപ്പോൾ കൊളംബിയ അവർ കുറച്ച് മുൻപ് വരെ അവർ അത്യാവശ്യം നല്ല രീതിയിൽ പരിക്കങ്ങളിലേക്ക് കളിച്ചിരുന്നു. പക്ഷേ ഈ വേൾഡ് കപ്പിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും സുന്ദരമായ രീതിയിൽ ഒരു ലാറ്റിൻ സൗന്ദര്യം ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ടീമുകളെന്നാണ്. ഇപ്പോൾ ബ്രസീലായാലും അർജന്റീന ആയാലും കുറെ കൂടി ഹൈ പ്രസിങ് ഐൻഡൻസ് ഗെയിമിലേക്ക് മാറുമ്പോൾ ആ ലാറ്റിൻ സ്റ്റൈലിൽ സുന്ദരമായ ഫുട്ബോൾ കളിക്കുന്ന ടീമാണ് കൊളംബിയ. മറുവശത്ത് സ്വിറ്റ്സർലൻഡ് ആയിക്കോട്ടെ, സൂപ്പർ കളിയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ത്രൂ ഔട്ട്. 2 ടീമായാലും കടുപ്പമേറിയ മത്സരം തന്നെയായിരിക്കും അർജന്റീനയ്ക്ക്. ഗോളിയെ പറ്റി തന്നെ, ഈജിപ്തിൻ്റെ ഗോളിയെ പറ്റി നമ്മൾ പറഞ്ഞു. മറുഭാഗത്ത് എമി കഴിഞ്ഞ 2 മത്സരങ്ങളിലായിട്ട് ഈ മത്സരവും കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം കടുത്ത വെല്ലുവിളി നേരിടുന്നു എന്നുള്ളതാണ്. ഫീൽഡ് ടൈമിൽ പെനാൽറ്റിയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ സേവ് ചെയ്യുമായിരിക്കും, പക്ഷേ ഓൺ ടൈമിൽ അദ്ദേഹം വലിയ വെല്ലുവിളി നേരിടുന്നു. അതൊരു ദുസ്സൂചനയാകുമോ അർജന്റീനയെ സംബന്ധിച്ച്? അങ്ങനെയാണ് തോന്നുന്നു. എമിയെ സംബന്ധിച്ചിടത്തോളം എമി കഴിഞ്ഞ ലോകകപ്പിൽ അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന രീതിയിലുള്ള ആ സമയത്തൊക്കെ, ആ ലോകകപ്പ് കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള കുറേ വാർത്തകൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം ആ കഴിഞ്ഞ ലോകകപ്പ് അവർക്ക് നേടിക്കൊടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എമിയുടെ ആ സേവ് ആയിരുന്നു, എംബാപ്പയുടെ ആ സേവ് ആയിരുന്നു. പക്ഷേ ഈ എംബാപ്പയുടെ ആയിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ലോകകപ്പിലേക്ക് വരുമ്പോൾ എമി കുറച്ചുകൂടി മേ ബി അർജന്റീനയുടെ ഡിഫൻസിൻ്റെ പ്രശ്നമായിരിക്കാം, എമി കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. എമി ഇത്രയധികം ഗോളുകൾ വഴങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എമിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം ആ പഴയ കരുത്തിലേക്ക് തിരിച്ചു വരേണ്ടത് അത്യാവശ്യമാണ് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോവുകയാണെങ്കിൽ. ഡിഫൻസ് ഷാറ്റഡ് ആയതിൽ മെയിൻ പ്രശ്നം. കാരണം ഇനിയിപ്പോൾ ഓൾ ഔട്ട് അറ്റാക്ക് കളിക്കുന്ന ഒരു ടീം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വിങ് ബാക്സും സെൻട്രൽ ഫോർവേഡ്സൊക്കെ ഒരുപാട് കയറി വരുന്ന ഓൾ ഔട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അർജന്റീനയ്ക്ക് വലിയ രീതിയിൽ പണിയാവും. മാത്രമല്ല ഇപ്പോൾ കേപ്പ് വെർഡെക്കെതിരായാലും ഇപ്പോൾ ഈജിപ്തിനെതിരായാലും ഇപ്പോൾ ലിസാൻഡ്രോ അടക്കമുള്ള സെൻട്രൽ ബാക്സ് ഫ്രണ്ടിലോട്ട് കയറി പോകുന്നതാണ് പണിയായത്. അതിനനുസരിച്ച് ഓടി ഇറങ്ങി വരാൻ വിങ് ബാക്സിന് കഴിയുന്നുണ്ടായിരുന്നില്ല. അതൊരു പ്രശ്നം തന്നെയാണ്. അതായിരിക്കും സ്കലോണി എന്തായാലും പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ പോകുന്ന കാര്യം. കളിക്കുന്ന ആൾക്കാരുടെ മുമ്പിലൊക്കെ എമി പതറുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അർജന്റീനക്ക് ഒരു കൺസേൺ തന്നെയാണ്.
ഇപ്പം എന്ന് പറയുന്നത് ഗോൾ അടിച്ച താരം പിരമിഡ് എഫ് സി, അതായത് ഈജിപ്ത് പ്രീമിയർ ലീഗിൽ ഈജിപ്തിൽ ഫസ്റ്റ് ഡിവിഷൻ ലീഗിൽ കളിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ കൃത്യമായ ഒരു ഫോർമേഷനിലൊക്കെ എത്താൻ ഈ 5 മത്സരങ്ങൾ കഴിഞ്ഞപ്പോഴും സ്കലോണിക്ക് കഴിഞ്ഞില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരിക്കലുമല്ല. സ്കലോണിയുടെ കയ്യിൽ ഓരോ ടീമിനനുസരിച്ച് അദ്ദേഹം മാറ്റങ്ങൾ വരുത്തി. കഴിഞ്ഞ മത്സരത്തിൽ മെദീന പിഴവ് വരുത്തിയപ്പോൾ അദ്ദേഹത്തെ മാറ്റി ടാഗ്ലിഫിക്കോ ഇറക്കുന്നു. അപ്പോൾ കൃത്യമായ ആയുധങ്ങളുണ്ട്, അതിന് വിഭവങ്ങളുണ്ട്. റിപ്പോർട്ടർ ടിവിയും മൈജിയും ചേർന്നൊരുക്കുന്ന ലോകകപ്പ് പ്രവചന മത്സരം. നേടാം ടയോട്ട ഗ്ലാൻസാ കാർ അടക്കമുള്ള ബമ്പർ സമ്മാനങ്ങൾ. വിസിറ്റ് reporterlive.com. Scan this QR code. ഇനി ഈ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ചാമ്പ്യൻ മെന്റാലിറ്റി ആ ടീമിലേക്ക് കുത്തിവെക്കപ്പെട്ടു എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണല്ലേ? യെസ്, ഉറപ്പായിട്ടും. അല്ല, പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അർജന്റീനയും കീഴ്പ്പെടുത്താൻ കഴിയും എന്ന രീതിയിലുള്ള ഒരു മെന്റാലിറ്റി കൂടി മറ്റു ടീമുകൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ 2 മത്സരങ്ങൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കേപ്പ് വെർഡെ ആണെങ്കിലും ഈജിപ്ത് ആണെങ്കിലും നമ്മളൊക്കെ ടാക്ടിക്സിൽ പോലും പറഞ്ഞിരിക്കുന്നത് അർജന്റീനക്ക് വലിയ വെല്ലുവിളിയാകില്ല എന്നാണ്. അർജന്റീന കുറച്ചുകൂടി ഈസി പാത്താണ് സെമി വരെ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 മത്സരങ്ങളും അർജന്റീന ശരിക്കും വിറച്ചാണ് ജയിച്ചത്. അതായത് ഒരു ഘട്ടത്തിൽ തോൽവിയുടെ ഘട്ടത്തിൽ നിന്ന് 2 മത്സരങ്ങളും ഏതാണ്ട് ആ ലൈനിൽ തന്നെയായിരുന്നു. അപ്പം അർജന്റീന അങ്ങനെ അപരാജിത അല്ലെങ്കിൽ അങ്ങനെ തോൽപ്പിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ടീമൊന്നുമല്ല എന്ന് മറ്റു ടീമുകൾക്കും അർജന്റീനയുടെ പ്രശ്നങ്ങളും മറ്റുമൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റു ടീമുകൾക്കുള്ള അഡ്വാൻറ്റേജ്. എനിക്ക് നേരെ തിരിച്ചാണ് തോന്നുന്നത്. കാരണം എത്ര വന്നു കഴിഞ്ഞാലും ഏത് ടീമായാലും അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കുമെന്നുള്ളൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ മെയിൻ ടീമുകൾ ഇപ്പോൾ ബ്രസീൽ പുറത്തായില്ലേ, പോർച്ചുഗൽ പുറത്തായില്ലേ, ആ ഒരു ടോപ്പ് ടീമുകൾ നമ്മൾ എലൈറ്റ് എന്ന് പറഞ്ഞു വെക്കുന്ന ടീമുകളിൽ ഫ്രാൻസും അർജന്റീനയേ ഉള്ളൂ. ഫ്രാൻസ് കഴിഞ്ഞ വർഷത്തിൽ എന്തായിരുന്നു? സ്പെയിനും. യെസ്, പാരഗ്വയ്ക്കെതിരെ ഫ്രാൻസ് അത്യാവശ്യം വരച്ചില്ല. ഒരു ലോ ബ്ലോക്ക് ഡിഫൻസ് ഇട്ട് കഴിഞ്ഞാൽ ഫ്രാൻസ് ഒതുങ്ങി എന്ന് പറയും. പക്ഷേ അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ അത് മാറും, ടീം മാറും. അപ്പോൾ തീർച്ചയായിട്ടും ഒറ്റ കാര്യം കൂടെ, നമ്മൾ ഇതിഹാസങ്ങൾ ഇറങ്ങുന്ന കാര്യങ്ങൾ പറഞ്ഞു അതിനകത്തേക്ക് എല്ലാവരും മെസ്സിയും കൂടി ഇറങ്ങുമായിരിക്കുമെന്ന് കരുതിയിരുന്നു. പക്ഷേ മെസ്സി ഇറങ്ങിയിട്ടില്ല. പക്ഷേ മറുവശത്ത് മുഹമ്മദ് സല പടിയിറങ്ങി. അതും കൂടി നമ്മൾ പറയണം. പ്രഖ്യാപിച്ചോ? വേൾഡ് കപ്പ് കളിക്കില്ല എന്നുള്ളതാണ്. റിട്ടയർ അല്ല ഞാൻ പറഞ്ഞത്. ഇനി ഒരു വേൾഡ് കപ്പിലേക്ക് സലയ്ക്ക് ബാല്യമില്ല. പ്രത്യേകിച്ച് ഇഞ്ചുറി അടക്കമുള്ളവ വന്നിട്ടുണ്ട്. പക്ഷേ സല ഗംഭീരമായിട്ട് തന്നെ കൊണ്ടാവുന്ന രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ പ്രീ ക്വാർട്ടർ വരെ ആണെങ്കിൽ പോലും ആ ടീം എത്തി എന്നുള്ളത് തന്നെയാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ പ്രീ ക്വാർട്ടറിലേക്ക് ഒരു പ്രവേശനം കിട്ടുന്നത് തന്നെ. സല ടീമിൽ നിന്ന് നയിച്ചു. മാത്രമല്ല ഇത്രയും ഹൈ ഇൻറ്റൻസ് ഗെയിം വന്നിട്ടും ഇപ്പോൾ വേറെ ഏതൊരു ടീമിൻ്റെ ഒരു ക്യാപ്റ്റൻ ആണെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തർക്കിക്കേണ്ടതാണ്. അവരുടെ പരിശീലകനടക്കം യെല്ലോ കാർഡ് കിട്ടുമ്പോൾ സാധാരണ പരിശീലകനാണ് പ്ലേയേഴ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത്. സല വന്നിട്ടാണ് പരിശീലകനെ പിടിച്ചു മാറ്റുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സലയെപ്പോലെ അത്രയും ക്വാളിറ്റിയുള്ള നല്ലൊരു ഹ്യൂമൻ ബീയിങ് കൂടിയായ സല കൂടി വേൾഡ് കപ്പിൽ നിന്ന് മടങ്ങുന്നു എന്ന് പറയുന്നതിൻ്റെ വിഷമം കൂടിയുണ്ട്. അല്ല, ഈ മത്സരത്തിൽ ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ സലക്കും ഗോൾ അടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സലക്കെതിരെയുള്ള ഒരു ഫൗൾ സല മാത്രം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആവശ്യമില്ലാത്തൊരു ഫൗള് റഫറി വിളിച്ചതായിട്ട് തോന്നിയിട്ടുണ്ട് ഇടയ്ക്ക്. തീർച്ചയായിട്ടും എന്തായാലും സല പടിയിറങ്ങുന്നു. മറുഭാഗത്ത് അർജന്റീന പോരാട്ടം തുടരുന്നു. മെസ്സി അവിടെയുണ്ട്. മെസ്സി കൂടി മടങ്ങും എന്ന് കുറച്ച് പേരെങ്കിലും വിശ്വസിച്ചൊരു മത്സരമാണ്. പക്ഷേ അതല്ല മെസ്സി എന്നും അതല്ല അർജന്റീനയെന്നും അവർ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഇനിയുള്ള വലിയ മത്സരങ്ങൾ, ക്വാർട്ടർ, സെമി, ഫൈനൽ, 3 മത്സരങ്ങൾക്കകലെയാണ് അല്ലെങ്കിൽ അരികിലാണ് ലോക കിരീടം എന്നുള്ളത്. അതിലേക്ക് ആ യാത്ര ഇനി എത്രത്തോളം സുഗമമാകുമെന്ന് നമുക്ക് അടുത്ത മത്സരത്തിൽ കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയായിരിക്കും ആൽബി സെലസ്റ്റികൾ അർജന്റീന ആരാധകർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഒരു മത്സരം കണ്ടതിൻ്റെ ആവേശത്തിൽ തന്നെയാണ് യഥാർത്ഥ ഫുട്ബോൾ പ്രേമി. അപ്പോൾ കൂടുതൽ മത്സരങ്ങൾക്കായി കാത്തിരിക്കാം, അതിൻ്റെ ആവേശങ്ങളിലേക്ക് എത്താം. ടാക്ടിക്സ് വീണ്ടും കാണാം. നമസ്കാരം.